Hi everyone, welcome to BioRank. Plus 2 Botany second chapter ആയ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളുടെയും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മുഴുവൻ പാർട്ടുകൾ അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെയും അതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റ് സേ എക്സാം പ്രിപ്പറേഷൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ്സുകളുടെ ലിങ്കുകളും ഞാൻ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡൈക്കോട്ടി എംബ്രിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസുകളെ കുറിച്ച് പറഞ്ഞു. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, എൻഡോസ്പേം ഫങ്ഷൻ, ഇതൊക്കെ പറഞ്ഞതാണല്ലേ. ഇനി നമുക്ക് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോസ് പഠിക്കാം. ഫസ്റ്റ് ഡൈക്കോട്ട് എംബ്രിയോ. അതിനു മുമ്പ് ഡൈക്കോട്ടും മോണോക്കോട്ടും എന്താണ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പഠിച്ചതാണല്ലേ. സീഡിൽ 2 കോട്ടിലിഡൻസ് അല്ലെങ്കിൽ എംബ്രിയോണിക് ലീഫ് ഉള്ളതാണ് ഡൈക്കോട്ടിലിഡൻസ്. അതുപോലെ സീഡ് ജെർമിനേഷനിൽ 1 കോട്ടിലിഡൻ അല്ലെങ്കിൽ 1 എംബ്രിയോണിക് ലീഫ് മാത്രമുള്ളതാണ്. അത്തരം പ്ലാന്റ്സിനെയാണ് മോണോക്കോട്ട് എന്ന് പറയുന്നത്. ലൈക്ക് ഗ്രാസസ്, വീറ്റ്, റൈസ് എറ്റ്സെട്ര. വേറെ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സ് തമ്മിലുള്ളത്? ഡൈക്കോട്ടിലെ ലീഫിലെ വീനേഷൻ, അതായത് വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് റെറ്റിക്കുലേറ്റ് ഷേപ്പിലാണ്. അതായത് ഒരു നെറ്റ്വർക്ക് പോലെ കാണുമ്പോൾ മോണോക്കോട്ട് പ്ലാന്റിൽ എങ്ങനെയാണ്? മോണോക്കോട്ട് പ്ലാന്റിലെ ലീഫിൽ പാരലൽ വീനേഷൻ ആണ്. അതായത് വെയിൻസ് പാരലൽ ആയിട്ടായിരിക്കും മോണോക്കോട്ട് ലീവ്സിൽ. ഗ്രാസിൻ്റെ റൈസിൻ്റെ എല്ലാം ലീഫ് കണ്ടിട്ടില്ലേ, അതുപോലെ. പിന്നെ ഡൈക്കോട്ടിൽ ടാപ്പ് റൂട്ട് സിസ്റ്റവും മോണോക്കോട്ടിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ആണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോ നോക്കാം. പിക്ചർ ഒബ്സർവ് ചെയ്യാം. ഒരു ഡൈക്കോട്ട് എംബ്രിയോയിലുള്ളത് ഒരു എംബ്രിയോണൽ ആക്സിസും 2 കോട്ടിലിഡൻസും ആണ്. ഡൈക്കോട്ട് ആയതുകൊണ്ട് 2 കോട്ടിലിഡൻസ്. കോട്ടിലിഡൻസ് കൂടാതെയുള്ള ബാക്കി ഭാഗമാണ് എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡന് മുകളിലേക്കുള്ള ഭാഗം എപ്പിക്കോട്ടയിൽ എന്നും എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡന് താഴേക്കുള്ള ഭാഗം ഹൈപ്പോക്കോട്ടയിൽ എന്നും പറയുന്നു. എംബ്രിയോണൽ ആക്സിസിന് മുകൾ ഭാഗം എപ്പിക്കോട്ടയിൽ, താഴ്ഭാഗം ഹൈപ്പോക്കോട്ടയിൽ. ദെൻ terminal part of epicotyl is called plumule, which give rise to shoot, and terminal part of hypocotyl is called radicle, which give rise to root, and the root tip is covered by root cap. എപ്പിക്കോട്ടൈലിൻ്റെ ടിപ്പിനെ പ്ലൂമ്യൂൾ എന്നും ഹൈപ്പോക്കോട്ടൈലിൻ്റെ ടിപ്പിനെ റാഡിക്കിൾ എന്നും പറയുന്നു. പ്ലൂമ്യൂളാണ് സീഡ്ലിങ്സ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഒരു പ്ലാന്റിൻ്റെ ഷൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ റാഡിക്കിൾ ഡെവലപ്പ് ചെയ്ത് പ്ലാന്റിൻ്റെ റൂട്ട് സിസ്റ്റം ആയിട്ടും മാറുന്നു. അപ്പോൾ പ്ലൂമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് ഷൂട്ടായിട്ടും റാഡിക്കിൾ ഡെവലപ്പ് ചെയ്ത് റൂട്ടായിട്ടും മാറുന്നു. ദെൻ റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ്? റൂട്ട് സോയിലിൽ ഗ്രോ ചെയ്യുമ്പോൾ റൂട്ടിനെ പല ഡാമേജസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ വെച്ച് റൂട്ട് ടിപ്പിനെ കവർ ചെയ്തിട്ടുണ്ടാകും. ഇതാണ് റൂട്ട് ക്യാപ്പ്. അപ്പോൾ ഗ്രോയിങ് റൂട്ടിൻ്റെ പ്രൊട്ടക്ഷനാണ് റൂട്ട് ക്യാപ്പിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് മോണോക്കോട്ട് എംബ്രിയോ. മോണോക്കോട്ട് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 കോട്ടിലിഡൻ. മോണോക്കോട്ട് ആയതുകൊണ്ട് ഒരു കോട്ടിലിഡൻ മാത്രമാണ് ഉള്ളത്. ചില മോണോക്കോട്ടിൽ, എസ്പെഷ്യലി ഗ്രാസസ് ഫാമിലീസിൽ, ഈ ഒരു കോട്ടിലിഡൻ ഒരു ഷീൽഡ് പോലെ കാണാം. ഈ ഷീൽഡ് ലൈക്ക് കോട്ടിലിഡന് ഒരു പേര് പറയും, അതാണ് സ്ക്യൂട്ടെല്ലാം. ഇനി നെക്സ്റ്റ് പോയിന്റ്, റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ് എൻക്ലോസ്ഡ് ബൈ എ ഷീത്ത് കോൾഡ് കോളിയോറൈസ. മോണോക്കോട്ടിൽ റൂട്ടിനെയും റൂട്ട് ക്യാപ്പിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ഉണ്ട്, ഇതാണ് കോളിയോറൈസ. ആക്ച്വലി ഈ കോളിയോറൈസയാണ് ഒരു മോണോക്കോട്ട് സീഡിൽ ആദ്യം പുറത്തേക്ക് ഗ്രോ ചെയ്യുന്ന പാർട്ട്. ഇതുപോലെ തന്നെ പ്ലൂമ്യൂളിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് എപ്പിക്കോട്ടൽ റീജിയനിലും ഒരു സ്ട്രക്ചർ കാണാം, അതാണ് കോളിയോപ്റ്റൈല്. അപ്പോൾ മോണോക്കോട്ട് എംബ്രിയോയിൽ ഓൺലി 1 കോട്ടിലിഡൻ ആണുള്ളത്. ദെൻ ചില മോണോക്കോട്ട് ഫാമിലീസിൽ കാണുന്ന ഷീറ്റ് ലൈക്ക് കോട്ടിലിഡൻസ് ആണ് സ്ക്യൂട്ടെല്ലാം. ദെൻ റാഡിക്കലിനെയും റൂട്ട് ക്യാപ്പിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഷീത്താണ് കോളിയോറൈസ. അതുപോലെ പ്ലൂമ്യൂളിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഫോളിയ സ്ട്രക്ചർ ആണ് കോളിയോപ്റ്റൈല്. ദെൻ ഫോളിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലീഫായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലീഫിൻ്റെ മോഡിഫിക്കേഷൻസ് ആയുള്ള സ്ട്രക്ചറിനെയാണ് ഫോളിയ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റായ സീഡ് നോക്കാം. സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആഫ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിൻ്റെ ഓവ്യൂള് ഡെവലപ്പ് ചെയ്താണ് സീഡ് ഫോം ചെയ്യുന്നത്. ആൻഡ് എ സീഡ് കൺസിസ്റ്റ് ഓഫ് സീഡ് കോട്ട്, കോട്ടിലിഡൻ ആൻഡ് ആൻ എംബ്രിയോ ആക്സിസ്. ഒരു സീഡിൻ്റെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ്? സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സീഡ് കോട്ട് ഉണ്ടാകും. ദെൻ കോട്ടിലിഡൻസ്. ഡൈക്കോട്ട് ആണെങ്കിൽ 2 കോട്ടിലിഡനും മോണോക്കോട്ട് ആണെങ്കിൽ 1 കോട്ടിലിഡനും.
കോട്ടിലിഡൻസിൻ്റെ ഫംഗ്ഷൻ എന്താ? ടു സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ. ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ് കോട്ടിലിഡൻസ്. ഇത് കൂടാതെ എംബ്രിയോണൽ ആക്സിസും കൂടി ഉണ്ടാകും. എ സീഡ് കൺസിസ്റ്റ് ഓഫ് സീഡ് കോട്ട്, കോട്ടിലിഡൻ ആൻഡ് എംബ്രിയോ ആക്സിസ്. ഒരു മെച്യൂർഡ് സീഡിനെ നമുക്ക് നോൺ ആൽബുമിനസ് ആൻഡ് ആൽബുമിനസ് സീഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കാം. മെച്യൂർഡ് സീഡ് വിത്തൗട്ട് എൻഡോസ്പെം ഈസ് കോൾഡ് നോൺ ആൽബുമിനസ് സീഡ് ആൻഡ് മെച്യൂർഡ് സീഡ് വിത്ത് എൻഡോസ്പെം ഈസ് കോൾഡ് ആൽബുമിനസ് സീഡ്സ്. എന്തായിരുന്നു എൻഡോസ്പെം? ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ന്യൂട്രീറ്റീവ് ടിഷ്യൂ ആയിരുന്നു എൻഡോസ്പെം. ചില പ്ലാന്റ്സ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുസരിച്ച് ഈ എൻഡോസ്പെം കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യും. അത്തരം പ്ലാന്റ്സിൽ സീഡ്സിൽ എൻഡോസ്പെം സീഡ് മെച്ചുർ ആയതിനു ശേഷം ഉണ്ടാകില്ല. കാരണം എന്താ? എംബ്രിയോ ഡെവലപ്മെന്റിന് വേണ്ടി മുഴുവൻ എൻഡോസ്പെമും യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ടാകും. അത്തരം സീഡ്സിനെ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നു. അതുപോലെ മറ്റ് സീഡ്സിൽ എൻഡോസ്പെംസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതെ സീഡ് മെച്ചുർ ആയതിനു ശേഷം കുറച്ച് എൻഡോസ്പെം മെച്ചുർ സീഡിൽ പെർസിസ്റ്റ് ചെയ്യും. ഇത്തരം സീഡ്സിനെ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നു. ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് കാസ്റ്റർ. എന്താ കാസ്റ്റർ? ആവണക്ക്, ദെൻ റൈസ്, വീറ്റ്, മെയ്സ് എക്സെട്ര. ആൻഡ് നോൺ ആൽബുമിനസ് എൻഡോസ്പെംസിന് എക്സാമ്പിൾസ് ആണ് ഗ്രൗണ്ട് നട്ട്, പീ, ബീൻസ് എക്സെട്ര. നമ്മൾ ഓൾറെഡി ഈ പോയിന്റ് എൻഡോസ്പെം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. Then next, perisperm. The residual persistent nucellus in seed is called perisperm. എന്തായിരുന്നു ന്യൂസെല്ലസ്? ഓവ്യൂളിനകത്തുള്ള ഒരു മാസ് ഓഫ് ടിഷ്യൂ വിത്ത് അബണ്ടൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ദാറ്റ് കണ്ടെയ്ൻ എംബ്രിയോ സാക്ക്. ഇതാണ് ന്യൂസെല്ലസ്. നമ്മൾ പഠിച്ചതാണ്. എന്താണ് ന്യൂസെല്ലസ്? ഓവ്യൂളിനകത്തുള്ള ഒരു മാസ് ഓഫ് ടിഷ്യൂ വിത്ത് അബണ്ടൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ദാറ്റ് കണ്ടെയ്ൻ എംബ്രിയോ സാക്ക്. ഇതാണ് ന്യൂസെല്ലസ്. മിക്കവാറും പ്ലാന്റ്സിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈ ന്യൂസെല്ലസ് ഡെവലപ്പിംഗ് എംബ്രിയോ കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. ബട്ട് ചില പ്ലാന്റ്സിൽ സീഡ് മെച്ചുറേഷനു ശേഷവും ഈ ന്യൂസെല്ലസ് പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന് പെരിസ്പെം എന്ന് പറയുന്നു. ദ റെസിഡുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈസ് ഇൻ എ സീഡ് ഈസ് കോൾഡ് പെരിസ്പെം. പെരിസ്പെം പ്രസൻ്റ് ആയിട്ടുള്ള സീഡ്സിന് എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ. നെക്സ്റ്റ് ടോപ്പിക്ക് സീഡ് ഡോർമൻസി. എന്താ സീഡ് ഡോർമൻസി? ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, ഒരു സീഡ് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇനാക്റ്റീവ് പീരീഡിൽ എത്തുന്ന സ്റ്റേജിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സീഡ് ഡിസ്പേഴ്സൽ നടന്ന ഉടൻ തന്നെ ജെർമിനേറ്റ് ചെയ്യാറുണ്ടോ? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് വേണം അല്ലേ? വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ എക്സെട്ര. ഇങ്ങനെ എല്ലാ സ്യൂട്ടബിൾ കണ്ടീഷൻസും കറക്റ്റ് അളവിൽ ലഭ്യമായാൽ മാത്രമേ ഒരു സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് വരുന്നത് വരെ ആ സീഡിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലായാലും നമ്മൾ സീഡ് സ്റ്റോർ ചെയ്യാറുണ്ടല്ലേ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സീസൺ എത്തുന്നത് വരെ. സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എനർജി അല്ലെങ്കിൽ ഫുഡ് സീഡിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റോറിങ് പീരീഡിൽ സീഡിലെ ഈ ഫുഡ് മുഴുവൻ സീഡിൻ്റെ ബാക്കി മെറ്റബോളിക് പ്രോസസ്സിനെല്ലാം വേണ്ടി യൂസ് ചെയ്ത് തീർന്നാലോ സീഡ് നശിച്ചു പോകുമല്ലേ, ജെർമിനേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ മെത്തേഡാണ് ഈ സ്റ്റോറിങ് പീരീഡിൽ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ സീഡ് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം നാച്ചുറലായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് സീഡ് വയബിലിറ്റി. Seed viability is the ability of a seed to germinate and produce seedlings. ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാനും സീഡ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള എബിലിറ്റിനെയാണ് സീഡ് വയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് വയബിൾ ആയിട്ടുള്ള ഒരു സീഡ് ആണെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അവൈലബിൾ ആകുമ്പോൾ സീഡ് അതിൻ്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്ത് ജെർമിനേറ്റ് ചെയ്യുന്നു. ബട്ട് ചില സീഡ്സ് നോൺ വയബിൾ ആയിരിക്കും. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കിട്ടിയാൽ പോലും ഈ സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അത്തരം സീഡ്സ് നോൺ വയബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് സീഡ് വയബിലിറ്റി എന്ന ടേം മാത്രമേ നോക്കാനുള്ളൂ. സീഡ് വയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ സീഡ് ടു ജെർമിനേറ്റ്. Next, apomysis. Apomysis is a form of asexual reproduction in which seeds are formed without fertilization. Fertilization നടക്കാതെ സീഡ് ഫോർമേഷൻ നടക്കുന്ന ഒരു ഫിനോമിനനാണ് അപ്പോമൈസിസ്. നോർമലി ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണല്ലോ ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡായിട്ട് മാറുന്നത്. ബട്ട് ചില കണ്ടീഷൻസിൽ
ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോർമേഷൻ ഉണ്ടാകാറുണ്ട്. ഇതാണ് അപ്പോമൈസിസ്. പല രീതിയിലാണ് ഇങ്ങനെ അപ്പോമൈസിക് സീഡ്സ് ഫോം ചെയ്യുന്നത്. ചില പ്ലാന്റ്സിൽ ഡിപ്ലോയിഡ് എഗ്സിൽ നിന്ന് ഡയറക്റ്റ് സീഡ് ഫോർമേഷൻ നടക്കാം. അതായത് നോർമലി എഗ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണല്ലേ. റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടന്ന് ഫോം ചെയ്യുന്ന എഗ് ഹാപ്ലോയിഡ് ആയിരിക്കും. ബട്ട് ചില കേസിൽ ഇതുപോലെ റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെല്ല് ഫോം ചെയ്യും. ബട്ട് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ദെൻ ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എഗ് ഡെവലപ്പ് ചെയ്ത് സീഡ് ആവുന്നു. ആൻഡ് ഇൻ സം സ്പീഷീസ് സെൽസ് ഓഫ് എ ന്യൂസെല്ലസ് സറൗണ്ടിങ് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. മാംഗോ, സിട്രസ് പോലുള്ള ചില പ്ലാന്റ്സിനകത്ത് എംബ്രിയോ സാക്കിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ന്യൂസെല്ലസ് ആണ് ഡയറക്റ്റ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. Next, importance of apomysics. If the hybrid seeds are made into apomytics, there is no segregation of characters in the hybrid of progeny. So farmers do not have to buy hybrid in every year. അപ്പോമൈസിസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതായത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന പ്രോജനി ഒരു മെറ്റേണൽ ക്ലോൺ ആയിരിക്കും. ഫീമെയിൽ പാരൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ കാണിക്കുന്ന ഒരു ക്ലോൺ ആയിരിക്കും ഫോം ചെയ്യുന്ന പ്രോജനി. അങ്ങനെ വരുമ്പോൾ ഫാമേഴ്സിന് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അപ്പോമാറ്റിക് സീഡാണ് ഉള്ളതെങ്കിൽ എല്ലാ ജനറേഷൻസിലും ഈ സെയിം ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ വർഷവും ഫാമേഴ്സിന് സീഡ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. മറിച്ച് അപ്പോമൈസിസ് അല്ല ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നതെങ്കിലോ ബോത്ത് മെയിൽ പാരന്റിന്റെയും ഫീമെയിൽ പാരന്റിന്റെയും ക്യാരക്ടേഴ്സ് കൂടിച്ചേരുകയും പുതിയൊരു ഹൈബ്രിഡ് ആയിരിക്കും അല്ലെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഏതെങ്കിലും ക്യാരക്ടേഴ്സ് മാത്രമുള്ള പ്ലാന്റിനെ നമുക്ക് അതിൻ്റെ ഒരു പ്യുവർ ലൈൻ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൽ മറ്റ് ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്യപ്പെടാതിരിക്കാനും അപ്പോമൈറ്റിക് സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അപ്പോമൈസിക്സ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള പല മെത്തേഡുകളുണ്ട്. അതുവഴി അപ്പോമൈസിസിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യാം. Next, polyembryony. The presence of more than one embryo in a seed is called polyembryony. Example, seed of orange, mango, etc. ഒരു സീഡിനകത്ത് ഒന്നിലധികം എംബ്രിയോ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പോളിയെംബ്രിയോണി. പല രീതിയിൽ പോളിയെംബ്രിയോണി ഉണ്ടാകാം. ചിലപ്പോൾ എംബ്രിയോ സാക്കിൽ ഒന്നിലധികം എഗ്സ് ഉണ്ടാകാം. എന്നിട്ട് ഓരോ എഗ്ഗും ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോ ആകാം. ചിലപ്പോൾ ഒന്നിലധികം എംബ്രിയോ സാക്ക് ഉണ്ടാകാം. ഓരോ എംബ്രിയോ സാക്കിലെ എഗ്ഗും ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോ ആകാം. പിന്നെ ചില കേസിൽ എഗ്ഗിൽ നിന്നല്ലാതെ മറ്റു പാർട്സിൽ നിന്ന്, അതായത് സിനർജിസിലോ ആൻറ്റിബോഡി സെൽസോ ന്യൂസെല്ലസോ ഇൻഡഗ്യുമെൻസോ എല്ലാം ഡയറക്റ്റ് എംബ്രിയോ ആയിട്ട് മാറാം. നോർമൽ എംബ്രിയോ കൂടാതെ ഇത്തരം കേസിലെല്ലാം പോളിയെംബ്രിയോണി ഫോം ചെയ്യുന്നു. അപ്പോൾ പോളിയെംബ്രിയോണി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഓറഞ്ച്, മാംഗോ പോലുള്ള പ്ലാന്റ്സിൽ എല്ലാം പോളിയെംബ്രിയോണി കാണാൻ പറ്റും. നെക്സ്റ്റ്, സീഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയായിരിക്കാം ഒരു സീഡിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, സീഡ്സ് ഹാവ് അഡാപ്റ്റേഷൻ ഫോർ ഡിസ്പേഴ്സൽ ടു ന്യൂ ഹാബിറ്റാറ്റ്സ്. പുതിയൊരു ഹാബിറ്റാറ്റിലേക്ക് ഡിസ്പേഴ്സൽ ചെയ്യാനായിട്ട് സീഡ്സിന് കഴിയും. അതായത് ഇവിടെ പറയുന്നത് മറ്റേതെങ്കിലും ഒരു അസെക്ഷൽ മെത്തേഡ് വഴിയാണ് ഒരു പ്ലാന്റിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ പാരന്റ് പ്ലാന്റ് എവിടെയാണോ അതിനോട് ചേർന്ന് തന്നെയായിരിക്കും നാച്ചുറലായിട്ട് പുതിയ പ്ലാന്റും ഡെവലപ്പ് ചെയ്യുക അല്ലേ. ഒന്നുകിൽ തൈ മുളച്ചോ സ്റ്റെമ്മിൽ നിന്നോ എല്ലാം. ബട്ട് സീഡിൻ്റെ കേസിലോ സീഡ് മെച്ചുറായി കഴിയുമ്പോൾ അത് പാരന്റ് പ്ലാന്റിൽ നിന്നും മാറി പുതിയൊരിടത്തേക്ക് എത്താനുള്ള പല മെത്തേഡ്സ് ഉണ്ട് അല്ലേ. സീഡ് ഡിസ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഏജൻറ്റ് ലൈക്ക് വിൻഡ്, ആനിമൽ, വാട്ടർ അല്ലെങ്കിൽ ഫ്രൂട്ടിനകത്ത് തന്നെയുള്ള സീഡ് ദൂരേക്ക് തെറിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസം. ലൈക്ക് ചില ഫ്രൂട്ട്, വെണ്ട പോലുള്ള സീഡ് മെച്ചുറായി കഴിയുമ്പോൾ ഫ്രൂട്ട് ഡ്രൈ ആയി ഫോഴ്സ്ഫുള്ളി ബ്രേക്ക് ചെയ്യുമ്പോൾ സീഡ് ദൂരേക്ക് തെറിച്ചു പോകും. ഇങ്ങനെ പല മെക്കാനിസംസ് വഴി സീഡ് ഒരു പുതിയ ഹാബിറ്റാറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സീഡ് ഹാവ് സഫീഷ്യൻറ്റ് ഫുഡ് റിസർവ് ടു നറിഷ് സീഡ്ലിങ്സ്. സീഡിൽ തന്നെ കോട്ടിലിഡൻസിന് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാനും സീഡ്ലിങ്സായി മാറാനും വേണ്ട ന്യൂട്രിയൻസ് എല്ലാം മിക്കവാറും സീഡിനകത്ത് തന്നെ പ്രസൻ്റ് ആണ്. ഹാർഡ് സീഡ് കോട്ട് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു യങ് എംബ്രിയോ. എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സീഡിൻ്റെ ഫങ്ഷൻ. ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻസ് ലീഡിങ് ടു വേരിയേഷൻസ്. സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ഒരു പ്രോഡക്റ്റ് ആണല്ലേ. സോ രണ്ട് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഫെർട്ടിലൈസേഷൻ ആയതുകൊണ്ട് വേരിയേഷൻസിനും കാരണമാകുന്നു. ആൻഡ് സീഡ് ഈസ് ദ ബേസിസ് ഓഫ് അവർ അഗ്രികൾച്ചർ. ദെൻ ഡോർമൻസി ഓഫ് മെച്യൂർ സീഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ആൻഡ് ഓൾസോ ടു റൈസ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. സീഡ് ഡോർമൻസി എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സീഡ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്തിനു വേണ്ടി? സ്യൂട്ടബിൾ ആയുള്ള ഒരു സീസൺ വരുന്നത് വരെ.
അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് വേണ്ടി മാത്രമല്ല ഫുഡായിട്ട് കൂടി നമ്മൾ സീഡ് സ്റ്റോർ ചെയ്യാറുണ്ടല്ലേ. ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് സീഡിൻ്റെ ഡോർമൻസി എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഡോർമൻസി എന്നൊരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫൈനലി നോക്കാനുള്ളത് ഫ്രൂട്ടാണ്. ഫ്രൂട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്ലവറിൻ്റെ ഓവറി ഡെവലപ്പ് ചെയ്താണല്ലേ ഫ്രൂട്ട് ആവുന്നത്. ഓവറി വാൾ ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടിൻ്റെ വാൾ ഫോം ചെയ്യുന്നു. ഈ ഫ്രൂട്ട് വാളിനെ പറയുന്നത് പെരികാർപ്പ് എന്നാണ്. ഒരു ഫ്രൂട്ടിൻ്റെ വാൾ അല്ലെങ്കിൽ ഔട്ടർ ലെയർ ആണ് പെരികാർപ്പ്. ഇനി ഫ്രൂട്ട്സിനെ നമുക്ക് ട്രൂ ഫ്രൂട്ട്സ് എന്നും ഫാൾസ് ഫ്രൂട്ട് എന്നും ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറി ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്യുന്നതാണെന്ന് അല്ലേ. ഇങ്ങനെ ഓവറി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ബയോളജിയിലെ എല്ലാത്തിനും എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാകും അല്ലേ. അങ്ങനെ ഒരു കേസാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സിൽ ഓവറിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും പാർട്സും ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറാറുണ്ട്. ഇത്തരം ഫ്രൂട്ടിനെ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും. Fruits develop from a part of flower other than ovary is called a false fruit. ഫാൾസ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എക്സെട്ര. ഈ പ്ലാന്റ്സിലെല്ലാം ഓവറി അല്ല ഫ്രൂട്ടായിട്ട് മാറുന്നത്, പകരം തലാമസ് ആണ്. എന്താണ് തലാമസ്? ഒരു ഫ്ലവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു തിക്കൻ പാർട്ട് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ബേസൽ പോർഷൻ, ഇതാണ് തലാമസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്രൂട്ടിൻ്റെ ഔട്ടർ വാളാണ് പെരികാർപ്പ്. ദെൻ ഓവറി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ട്രൂ ഫ്രൂട്ട്. ആൻഡ് ഇഫ് ദ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം പാർട്സ് ഓഫ് ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. നെക്സ്റ്റ് പാർത്തനോകാർപ്പി ഫ്രൂട്ട് കേട്ടിട്ടുണ്ടാകും. എന്താ പാർത്തനോകാർപ്പി ഫ്രൂട്ട്? ദ ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി ഫ്രൂട്ട്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫോം ചെയ്യുന്ന ഫ്രൂട്ടാണ് പാർത്തനോകാർപ്പി ഫ്രൂട്ട്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഓവറി ഡയറക്റ്റ്ലി ഫ്രൂട്ടായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പാർത്തനോകാർപ്പി എന്ന് പറയും. നമ്മൾ അപ്പോമൈസിസ് പറഞ്ഞല്ലേ, എന്തായിരുന്നു അപ്പോമൈസിസ്? ദ സീഡ്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ആണ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോമൈസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സീഡ് ആണ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകണ്ട. ഇനി പാർത്തനോകാർപ്പി ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് ബനാന, സീഡ്ലെസ് ഗ്രേപ്സ് എക്സെട്ര. ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രൂട്ട്സിൽ സീഡ്സ് ഉണ്ടാകാറില്ല. മാത്രമല്ല ഓക്സിൻസ്, ഗിബെലിൻ തുടങ്ങിയ ചില ഹോർമോൺസിൻ്റെ ഹെൽപ്പോടെ നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്താണ് പല സീഡ്ലെസ് ഗ്രേപ്സ് പോലുള്ള പല സീഡ്ലെസ് ഫ്രൂട്ടുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാർത്തനോകാർപ്പി ഇസ് ദ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫ്രൂട്ട് ഫോം ചെയ്യുന്നതാണ് പാർത്തനോകാർപ്പി. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ സ്ട്രക്ചർ. ഡൈക്കോട്ട് എംബ്രിയോയിൽ 2 കോട്ടിലിഡനും എംബ്രിയോണൽ ആക്സിസും ആണ് ഉള്ളത്. എംബ്രിയോണൽ ആക്സിസിൻ്റെ മുകൾ ഭാഗം എപ്പിക്കോട്ടയിൽ, ദെൻ താഴെ ഹൈപ്പോക്കോട്ടയിൽ. ടെർമിനൽ പാർട്ട് ഓഫ് എപ്പിക്കോട്ടയിൽ പ്ലൂമ്യൂൾ ആൻഡ് ടെർമിനൽ പാർട്ട് ഓഫ് ഹൈപ്പോക്കോട്ടയിൽ ഈസ് റാഡിക്കിൾ. പ്ലൂമ്യൂൾ ഡെവലപ്സ് ഇൻ ടു ഷൂട്ട് ആൻഡ് റാഡിക്കിൾ ഡെവലപ്സ് ഇൻ ടു റൂട്ട്. റൂട്ട് ടിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പും പ്രസൻ്റ് ആണ്. ദെൻ മോണോക്കോട്ട് എംബ്രിയോ, ഓൺലി 1 കോട്ടിലിഡൻ. ചില മോണോക്കോട്ട് ഫാമിലിയിലെ കോട്ടിലിഡനെ സ്ക്യൂട്ടലം എന്ന് പറയും. സ്ക്യൂട്ടലം മീൻസ് എ ഷീൽഡ് ലൈക്ക് കോട്ടിലിഡൻ. ദെൻ റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോ റൈസിയും പ്ലൂമ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോപ്റ്റൈൽ എന്ന സ്ട്രക്ചറും മോണോക്കോട്ട് എംബ്രിയോയിൽ പ്രസൻ്റ് ആണ്. ദെൻ സീഡ്, മെച്ചേർഡ് സീഡ് വിത്തൗട്ട് എൻഡോസ്പെർം ഈസ് കോൾഡ് നോൺ ആൽബുമിനസ് സീഡ് ആൻഡ് ദ സീഡ് വിത്ത് എൻഡോസ്പെർം ഈസ് ആൽബുമിനസ് സീഡ്സ്. ദെൻ പെരിസ്പെം. എന്തായിരുന്നു പെരിസ്പെം? ദ റെസിഡുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈസ് കോൾഡ് പെരിസ്പെം. എക്സാമ്പിൾ ഇൻ ബ്ലാക്ക് പെപ്പർ. സീഡ് മെച്ചുറായതിനു ശേഷവും ന്യൂസെല്ലസ് റിമൈനിങ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പെരിസ്പെം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ. ദെൻ സീഡ് ഡോർമൻസി. എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഇൻ എ സീഡ് ഈസ് കോൾഡ് സീഡ് ഡോർമൻസി ആൻഡ് സീഡ് വയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് സീഡ് ടു ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സീഡ്ലിങ്സ്. എന്തായിരുന്നു? അപ്പോമൈസിസ്. സീഡ്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് അപ്പോമൈസിസ്. Then next polyembryony. Polyembryony is the presence of more than 1 embryo in a seed. Last fruit. Fruit ball is called എന്തായിരുന്നു ഫ്രൂട്ട് ബാൾ? പെരികാർപ്പ്. ആൻഡ് ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ദ ഓവറി ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫ്രൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം ദ പാർട്ട് ഓഫ് ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. ലാസ്റ്റ് വൺ പാർത്തനോകാർപ്പി ഫ്രൂട്ട്. Fruit developed without fertilization is called parthenocarpic fruit. Example banana.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.